പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ ഇനി നമ്മുടെ പഠനം നോമ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രതിപാദ്യമായ സൂക്തങ്ങളാണ്. 183, 184, 185 തുടങ്ങി ഏതാനും വചനങ്ങൾ. വിശുദ്ധ മദീനയിൽ ഹിജ്റയുടെ 2-ാം വർഷം ഷാബാൻ മാസത്തിൽ റമദാനിലെ നോമ്പിനെ നിർബന്ധമാക്കി അവതീർണമായ സൂക്തങ്ങളാണ് നമ്മുടെ പഠനത്തിൻ്റെ വിശുദ്ധ വചനങ്ങൾ. അതിൽ 183-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ്സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ വിളിച്ച് യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ച് കുതിബ അലൈക്കും, നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, അസിയാമു, സിയാമിനെ, സിയാം എന്നാൽ വ്രതാനുഷ്ഠാനം, നോമ്പ്, കമ കുതിബ നിർബന്ധമാക്കപ്പെട്ടത് പോലെ, അലല്ലദീന മിൻ ഖബ്ലികും നിങ്ങളുടെ മുമ്പുള്ളവരുടെ മേൽ, ലഅല്ലകും തത്തഖൂൻ നിങ്ങൾ തഖ്വയുള്ളവരാകുന്നതിന് വേണ്ടി. ഇതാണ് ആയത്തിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം. അതിൻ്റെ പ്രയോഗങ്ങൾ ഓരോന്നും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഒപ്പം അതിലുള്ള വിഷയങ്ങളും വിധികളും ചരിത്രങ്ങളുമൊക്കെ. നോമ്പ് നിർബന്ധമാക്കിയുള്ള ആയത്താണ്. റമദാൻ മാസത്തിലെ നോമ്പ്. അതിനു മുമ്പേ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരുന്നു വിശ്വാസികളുടെ വിഷയത്തിൽ. പക്ഷെ അത് റമദാനിലെ നോമ്പ് ആയിരുന്നില്ല എന്ന് മാത്രം. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ഒരു വിഷയമുണ്ട്. അതിപ്രകാരം ചരിത്രത്തിൽ നമുക്ക് വായിക്കാം. ഉഹൈല സിയാമു സലാസത അഹ്വാലിൻ എന്നാണ്. വ്രതാനുഷ്ഠാനം അതിന് 3 അവസ്ഥാമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 3 അവസ്ഥാമാറ്റങ്ങൾക്ക് വ്രതാനുഷ്ഠാനം വിധേയമായിട്ടുണ്ട്. ഇതാണ് മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നത്. എന്നിട്ട് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു സലാസത അയ്യാമി മിൻ കുല്ലി ഷഹ്ർ വയസൂമു യൗമ ആശൂറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ മാസത്തിലും 3 നോമ്പെടുക്കുമായിരുന്നു. ആശൂറ ദിനവും നോമ്പെടുക്കുമായിരുന്നു. ചില റിപ്പോർട്ടുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജറ വന്നപ്പോൾ, ലമ്മ ഖദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീനത അമറഹും ബിസിയാമി സലാസത്തി അയ്യാം, സഹാബികളോട് 3 ദിനം നോമ്പെടുക്കാൻ കൽപ്പിച്ചു. മാസത്തിൽ 3 ദിവസത്തെ നോമ്പ്. ഇതേപോലെ ആശൂറ നോമ്പെടുക്കാൻ കൽപ്പിച്ചത് വേറെയും നിവേദനത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നിർബന്ധമാക്കപ്പെട്ടത് എല്ലാ മാസത്തിലെയും 3 ദിവസത്തെ നോമ്പ്, പിന്നെ ആശൂറ നോമ്പ്, ഇവകളായിരുന്നു. മുആദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സുമ്മ ഉൻസില റമദാനു, പിന്നെയാണ് റമദാൻ നോമ്പ് ആ വിഷയത്തിൽ വചനം, വിധി അവതരിപ്പിക്കപ്പെട്ടത്. ഫഅൻസലല്ലാഹു തആല, ആ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു നമ്മുടെ ഈ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ്സിയാം എന്ന് തുടങ്ങിയുള്ള നമ്മുടെ പഠന വിഷയമായി ഈ സൂക്തം അവതരിപ്പിച്ചു. മുആദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന് ആളുകൾ നോമ്പ് പതിവാക്കിയവരോ ശീലിച്ചവരോ ആയിരുന്നില്ല. വകാനു ഖൗമൻ ലം യതഅവ്വദു അസിയാം, 3 നോമ്പ്, പിന്നെ ആശൂറ വർഷത്തിലൊരു നോമ്പ്, നോമ്പ് ശീലിച്ചിരുന്നില്ല. വകാന സിയാമു അലൈഹിം ഷദീദൻ, അതുകൊണ്ട് തന്നെ പ്രഭാതോദയം മുതൽ സൂര്യാസ്തമയം വരെ
ഈ വ്രതം അനുഷ്ഠിക്കുക എന്നുള്ളത് അവർക്ക് അതൊരു ശദീദായി കഠിനമായി അനുഭവപ്പെട്ടു. അതുകൊണ്ട് തന്നെ നോമ്പിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയപ്പോൾ, നമ്മുടെ ഈ സൂക്തം അവതരിപ്പിച്ചപ്പോൾ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഫകാന മൻ ഷാ അൻ യസൂം സാം വമൻ ഷാ അൻ യുഫ്തിർ വയുത്ഇമ കുല്ല യൗമിൻ മിസ്കീനൻ അജ്സഹു ദാലിക് എന്നാണ്. നോമ്പെടുക്കാനും നോമ്പെടുക്കാതിരിക്കാനും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. നോമ്പെടുക്കാത്തവർ ഒരു നോമ്പിന് പകരം ഒരു അഗതിക്ക് അന്നം നൽകിയാൽ, ഒരു മിസ്കീൻ്റെ ഭക്ഷണം ഫിദിയ നൽകിയാൽ അത് മതിയാകുമായിരുന്നു. ഇങ്ങനെയാണ് ആദ്യം നോമ്പിനെ നിയമമാക്കിയത്. ഈ രീതിയിലാണ് അതിനെ നിർബന്ധമാക്കിയത്. പിന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി നമുക്ക് പഠിക്കാനുള്ള 185-ാം വചനം, ഷഹ്റു റമദാന അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൻ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസും എന്ന ആയത്തിറക്കിയത്. അതോടുകൂടി റമദാനിൽ മാസപ്പിറവി ദൃശ്യമായാൽ നോമ്പെടുക്കൽ നിർബന്ധം എന്നുള്ള വിധി വന്നു. ഈ അഗതിക്ക് അന്നം നൽകി ഫിദിയ നൽകിയിട്ട് നോമ്പ് ഒഴിവാക്കാമെന്നുള്ള വിധിയെ ദുർബലപ്പെടുത്തി. മുആദ് റളിയല്ലാഹു തആല അൻഹു നമ്മളിവിടെ ഈ സൂക്തം അവതരിപ്പിച്ച വിഷയത്തിൽ പറഞ്ഞ ഒരു വിഷയമാണിത്. നോമ്പ്, അതിന് 3 അഹ്വാൽ, അവസ്ഥകൾ മാറി മാറി വന്നിട്ടുണ്ട്. ഒന്ന്, ആദ്യം നിർബന്ധമായ 3 നോമ്പുകളും പിന്നെ ആശൂറയും. അതിന് ശേഷമാണ് റമദാനിലെ നോമ്പ് നിർബന്ധമാക്കി ആയത്തിറക്കിയത്. പക്ഷേ തുടക്കത്തിൽ നോമ്പെടുക്കാനും നോമ്പെടുക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. നോമ്പെടുക്കാത്തവർ ഒരു നോമ്പിന് പകരം ഒരു അഗതിക്ക് അന്നം നൽകിയാൽ പ്രായശ്ചിത്തമായി അത് മതിയാകുന്ന അവസ്ഥയിലായിരുന്നു അത് നിർബന്ധമാക്കിയത്. മൂന്നാമത്തേത്, ഈ സ്വാതന്ത്ര്യം, തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം, അതിനെ ദുർബലപ്പെടുത്തി റമദാനിൽ നോമ്പെടുക്കൽ നിർബന്ധം എന്ന വിധിയിൽ വചനമിറക്കി. അപ്പോൾ നമ്മുടെ ആയത്ത് പഠിക്കുമ്പോൾ ഈ ആയത്ത് ഇറങ്ങിയ സന്ദർഭവും ഈ ഒരു വിഷയവും തുടക്കത്തിൽ അറിയൽ അനിവാര്യമാണ്. വിശുദ്ധ മദീനയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജറക്കുപ്പുറം, ഹിജറയുടെ 2-ാം വർഷം ഷാബാനിലാണ് ഈ വചനം ഇറങ്ങുന്നത്. അതിനു മുമ്പ് നോമ്പ് നിർബന്ധമായി ഉണ്ടായിരുന്നു, പക്ഷേ അത് റമദാനിലെ നോമ്പായിരുന്നില്ല. നമ്മുടെ ഈ വചനം അവതരിക്കുന്നതോടുകൂടിയാണ് റമദാൻ മാസത്തിലെ നോമ്പ് നിയമമാക്കപ്പെടുന്നത്, അത് നിർബന്ധമാക്കപ്പെടുന്നത്. ഇതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ഇനി നമുക്ക് നമ്മുടെ വചനത്തിലേക്ക് വന്നാൽ, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം എന്ന് തുടങ്ങിയാണ് നമ്മുടെ സൂക്തം. ഇതിന് തൊട്ടു മുമ്പ് പറഞ്ഞ വിഷയം നമ്മൾ പഠിച്ചുപോയി, വസിയ്യത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിനു മുമ്പ് പറഞ്ഞ വിഷയം ഖിസാസുമായി ബന്ധപ്പെട്ട വിഷയമാണ്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുൽ ഖിസാസ്. ഖിസാസ് ഒരു കടുത്ത വിധിയാണ്. കാരണം അത് ജീവഹാനിയുമായി ബന്ധപ്പെട്ടുള്ള മസാലയാണ്. ആ വിധിയെ തുടർന്നാണ് സ്വത്ത് വ്യയം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, ദാനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, വസിയ്യത്ത് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിധി വന്നത്. വസിയ്യത്തിൻ്റെ വിഷയം അതും ഖിസാസ് പോലെയല്ലെങ്കിലും അല്പം ശ്രമകരമായ ഒരു വിധിയാണ്, കൽപ്പനയാണ്. അപ്പോൾ ഏറ്റവും ക്ലേശകരമായത് ഖിസാസ്, അതിനെ തുടർന്ന് ക്ലേശകരമായത് വസിയ്യത്ത്. ഇനി വ്രതാനുഷ്ഠാനവും ക്ലേശകരാണ്. ശാരീരികമായി ക്ഷീണവും ദാഹവും വിശപ്പും അതേപോലെ വികാര നിയന്ത്രണവും ഒക്കെയായി ശ്രമകരമാണ് സിയാം. അപ്പോൾ
സൂറത്തുൽ ബഖറയിൽ ഇങ്ങനെയുള്ള ശാരീരികമായി ഏൽക്കാനും പ്രാവർത്തികമാക്കാനും ശ്രമകരമായ വിഷയങ്ങളെയാണ് ഈ ഒരു തുടർച്ചയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നത്. അതിൽ മൂന്നാമത്തെ വിഷയമാണ് വ്രതാനുഷ്ഠാനം. നമുക്ക് ഈ സൂറയിൽ ഈമാൻ നമ്മൾ പഠിച്ചുപോയി, അതേപോലെ നിസ്കാരം പഠിച്ചുപോയി, സക്കാത്ത് നമ്മൾ പഠിച്ചുപോയി. അതൊക്കെ നമ്മുടെ ഈ സൂറത്തുൽ ബഖറയിലെ പഠനത്തിൽ വന്ന വിഷയമാണ്. ഇസ്ലാം കാര്യങ്ങളിൽ നാലാമത്തേത് സിയാമാണ്. സൂറത്തുൽ ബഖറയിൽ ഇവിടെ ഇനി സിയാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. ഇത് കഴിഞ്ഞാൽ ഇനി അഞ്ചാമത്തെ ഇസ്ലാമിൻ്റെ സ്തംഭമായ ഹജ്ജ് അത് നമുക്ക് വഴിയെ വരാനിരിക്കുന്നു. ഈ സൂക്തം അവതരിപ്പിച്ചതിൻ്റെ പ്രത്യേകതകൾ ഇതുപോലെ പലത് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. സൂക്തം ആരംഭിക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനു എന്ന വിളിയിലാണ്. നമ്മൾ പറഞ്ഞു വിശുദ്ധ ഖുർആനിൽ 89 തവണ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വിളി നടത്തിയിട്ടുണ്ട്. അന്നിദാ ഉൽ മുഹബ്ബബ് എന്നാണ് ഇതിനെ ചില പ്രാമാണികർ വിശേഷിപ്പിച്ചത്. അന്നിദാ എന്ന് പറഞ്ഞാൽ വിളി, അൽ മുഹബ്ബബ് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട ഇമ്പമാർന്ന വിളി. അതാണ് ഇവിടെ ഈ വിളി. അത് സൂറത്തുൽ ബഖറയിൽ 11 തവണ വന്നു. നമ്മൾ 4 തവണ ഈ വിളി പഠിച്ചുപോയി. ഇത് 5-ാം തവണയാണ് അള്ളാഹുവിൽ നിന്ന് വന്നത് സൂറത്തുൽ ബഖറയിൽ നമ്മൾ പഠിക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് യാ അയ്യുഹല്ലദീന ആമനു എന്ന വിളി വന്നാൽ ആ വിളിക്ക് കാതോർക്കാൻ പറഞ്ഞ്, സാഗൂതം കേൾക്കാൻ പറഞ്ഞ്. ആരാ പറഞ്ഞത്? അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. എന്തേ അദ്ദേഹം യാ അയ്യുഹല്ലദീന ആമനു എന്ന വിളി കേട്ടാൽ കാതു കൊടുക്കാൻ പറഞ്ഞത്? ആ വിളിക്കപ്പുറം ഒന്നുകിൽ ഒരു ഖൈറാണ്, ആ ഖൈറ് കൽപ്പിക്കപ്പെടും വിധം വരിക, അല്ലെങ്കിൽ ഒരു ഷർറ് അതിനെ തൊട്ട് വിലക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു എന്ന് അല്ലാഹു വിളിച്ചാൽ ഒന്നുകിൽ തുടർന്നൊരു ഖൈറിനെ കുറിച്ചുള്ള കൽപ്പനയാണ്, അല്ലെങ്കിൽ ഒരു ഷർറ് വിരോധിച്ചു കൊണ്ടുള്ള വിളിയാണ്. അതുകൊണ്ട് ആ വിളി കേട്ടാൽ നിങ്ങൾ അതിന് കാതു കൊടുക്കണേ എന്നാണ് ഇവിടെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് നമ്മൾ പഠിച്ചു പോയ വിഷയമാണത് ഉദ്ധരിക്കപ്പെടുന്നത്. അതുകൊണ്ട് നമുക്കും അള്ളാഹുവിൻ്റെ ഈ വിളിക്ക് കാതോർക്കാം. എന്നിട്ട് എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത്, ആ മഹൽ വിഷയം നമുക്ക് സൂക്ഷ്മമായി പഠിക്കുകയും ചെയ്യാം. അള്ളാഹു നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ തത്രപ്പെടുക, താല്പര്യപ്പെടുക, ആ വിളിക്ക് കാതോർത്ത് എന്താണ് അള്ളാഹു നമ്മളോട് പറയുന്നത്, നമ്മെ പഠിപ്പിക്കുന്നത്, അതിൽ സ്വാധീനിക്കപ്പെടുന്നവരാകാൻ. ഈയിടെ ഇമാം ഇബ്നുൽ ജൗസിയുടെ ചരിത്രം വായിച്ചപ്പോൾ ഇബ്നുൽ ജൗസി ദുഹറോടടുത്ത സമയം നടന്നു പോകുമ്പോൾ ഒരു വൃദ്ധ വുദു ചെയ്യുന്നത് കാണുകയുണ്ടായി എന്നാണ്. അപ്പോൾ ഇബ്നുൽ ജൗസി ചോദിച്ചു എന്നാണ്, ബാങ്ക് വിളിച്ചോ എന്ന് അവരോട്. അപ്പോൾ ആ വൃദ്ധ പറഞ്ഞു എന്നാണ്, അദ്ദേഹം വിളിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ ഞാൻ സാഹസപ്പെടുകയാണ് എന്ന്. അദ്ദേഹം വിളിക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ അള്ളാഹു വിളിക്കുന്നതിന് മുമ്പ് അള്ളാഹിൻ്റെ അടുക്കലേക്ക് ഞാൻ വേഗത്തിൽ ചെല്ലുകയാണ് എന്നാണ് ആ വൃദ്ധ സ്ത്രീ പറഞ്ഞത്. ബാങ്ക് വിളിയിലൂടെ വിളി കേട്ട് പിന്നെ ഒന്നു ചെയ്ത് പിന്നെ ചെല്ലുന്നതിന് പകരം കാലേ കുട്ടി ഞാൻ അതിനൊരുങ്ങി ചെല്ലുകയാണ് എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു എന്നാണ്, ഞാൻ എത്ര മോശക്കാരനായ ഒരു മനുഷ്യനായിപ്പോയി ഈ വൃദ്ധയുടെ ആ പ്രതികരണത്തിന് മുന്നിൽ എന്നാണ്. അദ്ദേഹം ആത്മവിചാരണ നടത്തുകയാണ്. കാരണം ഈ ഒരു ആലോചനയും ചിന്തയും ഇബ്നുൽ ജൗസിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എത്ര മഹാനായ പണ്ഡിതനാണ്, അദ്ദേഹത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും നമുക്ക് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹല്ലദീന ആമനു എന്ന വിളിച്ച് എന്താണ് നമ്മളോട് അറിയിക്കുന്നത്, പറയുന്നത്
എന്നത് പഠിക്കാൻ കേൾക്കാൻ നമുക്കും സാഹസപ്പെടാം എന്നാണ് പഠിതാക്കളോട് ഇവിടെ എനിക്ക് ഉണർത്തുവാനുള്ളത്. യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കുതിബ അലൈക്കുമുസ്സിയാം എന്നാണ് അറിയിക്കുന്നത്. അപ്പോൾ ഇവിടെ വിളിക്കപ്പുറം ഒരു ഖൈർ, ആ ഖൈറിനെ കൽപ്പിച്ചുകൊണ്ടുള്ള വിളിയാണ്. കുതിബ, നമുക്ക് ഇത് വന്നു, കുതിബ അലൈക്കുമുൽ ഖിസാസ്, കുതിബ അലൈക്കും ഇദാ ഹദറ അഹദകുമുൽ മൗത്ത്. ഇവിടെ കുതിബ അലൈക്കുമുസ്സിയാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ കുതിബ എന്നത് ഫുരിദ എന്ന അർത്ഥത്തിലാണ്. ഫുരിദ എന്ന അർത്ഥത്തിലാണ്, നിർബന്ധമാക്കപ്പെട്ടു. പല അർത്ഥങ്ങളിൽ പ്രയോഗിച്ചിട്ടുള്ളൊരു പദമാണ് കുതിബ. വിധിച്ചു, ഖദ. അതേപോലെ കതബല്ലാഹു ലഅഗ്ലിബന്ന അന വറുസുലി, അള്ളാഹു വിധിച്ചു ഞാനും എൻ്റെ റസൂലുമാരും അതിജയിക്കുക തന്നെ ചെയ്യുമെന്ന കാര്യം. ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലന, അള്ളാഹു ഞങ്ങൾക്ക് അനുകൂലമായി വിധിച്ചതെന്തോ അതാണ് ഞങ്ങൾക്ക് ഏൽക്കുക എന്ന് പറയില്ലേ, അത് മാത്രമേ ഏൽക്കൂ എന്നർത്ഥത്തിൽ. അവിടെ കതബ വിധിച്ചു എന്നർത്ഥത്തിൽ ഖദ. അതേപോലെ ഉദ്ഖുലുൽ അർദൽ മുഖദ്ദസത്തല്ലതി കതബല്ലാഹു ലക്കും, അവിടെ ജഅല നിശ്ചയിച്ചു, അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച വിശുദ്ധ ഭൂമിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കൂ എന്ന അർത്ഥത്തിൽ ജഅല. കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ, അവരുടെ ഹൃദയങ്ങൾ അള്ളാഹു ഈമാനിനെ നിശ്ചയിച്ചു. ഇതേപോലെ കൽപ്പിച്ചു, കതബ്ന അലൈഹിം ഫീഹ അന്നൻ നഫ്സ ബിൻ നഫ്സ്, തൗറാത്തിൽ നാം കൽപ്പിച്ചു എന്ന അർത്ഥത്തിൽ അമറ. ഇങ്ങനെ പല അർത്ഥങ്ങളിൽ പ്രയോഗിക്കപ്പെട്ട ഒരു പദമാണ് ഈ കതബ കുതിബ എന്നുള്ളത്. ഇവിടെ ഫുരിദ എന്ന അർത്ഥത്തിൽ, നിർബന്ധമാക്കപ്പെട്ടു എന്ന അർത്ഥത്തിൽ. നമുക്കത് ഈ കഴിഞ്ഞ രണ്ട് വിഷയങ്ങൾ, ഖിസാസിൻ്റെയും അതേപോലെ തന്നെ വസിയത്തിൻ്റെയും വിഷയത്തിൽ വന്ന പ്രയോഗമാണ്. അപ്പോൾ കുതിബ എന്ന് പറഞ്ഞാൽ ഫുരിദ, ഫർദാക്കപ്പെട്ടു, അലൈക്കും നിങ്ങളുടെ മേൽ. എന്തിനാണ് ഫർദാക്കപ്പെട്ടത്? അസിയാം, സിയാമിനെയാണ്. ഇവിടെ പിന്നെ ഒരു വിഷയം, ഖിസാസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കുതിബ നിർബന്ധമാക്കപ്പെട്ടു, കതബ എന്നല്ല, നിർബന്ധമാക്കിയതല്ല, നിർബന്ധമാക്കപ്പെട്ടു. കതബ എന്ന് പറഞ്ഞെങ്കിൽ അത് പിന്നെ മറൂഫായ ക്രിയയാണ്. കുതിബ എന്ന് പറഞ്ഞാൽ മജ്ഹൂൽ, കർത്താവ് പിന്നെ പറയപ്പെടാത്ത ക്രിയയാണ് കുതിബ. ഖിസാസിൻ്റെ വിഷയത്തിൽ പറഞ്ഞു കുതിബ, വസിയത്തിൻ്റെ വിഷയത്തിൽ പറഞ്ഞു കുതിബ, നോമ്പിൻ്റെ വിഷയത്തിലും പറഞ്ഞു കുതിബ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആരാണ് നിർബന്ധമാക്കിയത്? നിർബന്ധമാക്കപ്പെട്ടു എന്നാണല്ലോ. ആരാണ് നിർബന്ധമാക്കിയത്? നിർബന്ധമാക്കിയ ആൾ അറിയപ്പെട്ട ആളാണ്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ടാണ് ഫായിൽ കളയപ്പെട്ടത്, പകരം നായിബ് ഫായിൽ പറയപ്പെട്ടത്. കതബല്ലാഹു എന്ന് പറയാതെ കുതിബ എന്ന് പറഞ്ഞത്. ആരാണ് നിയാമകൻ, നിർബന്ധമാക്കിയവൻ? അത് അല്ലാഹുവാണ്, അറിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ കുതിബ എന്ന് പറഞ്ഞു. ഇവിടെ മറ്റൊരു വിഷയം, എന്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ ചിലയിടങ്ങളിൽ കതബ, ചിലയിടങ്ങളിൽ കുതിബ ഇങ്ങനെ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്? ഇപ്പോൾ ഞാൻ നേരത്തെ ഓതി, ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലന, കതബ അല്ലാഹു എന്നാ പറഞ്ഞത്. അള്ളാഹു ഞങ്ങൾക്ക് അനുകൂലമായി വിധിച്ചു, കതബ. അതേപോലെ ഉദ്ഖുലുൽ അർദൽ മുഖദ്ദസത്തല്ലതി കതബല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ച, കതബ അവിടെ കതബ പ്രയോഗിച്ച്. അതേപോലെ കതബ റബ്ബുക്കും അലാ നഫ്സിഹി റഹ്മ, അള്ളാഹു തന്നിൽ നിശ്ചയിച്ചു റഹ്മത്തിനെ, കതബ റബ്ബുക്കും അവിടെ കതബ.
അതുപോലെ കതബല്ലാഹു ലഅഗ്ലിബന്ന അന വറുസുലി, വേറെ ഇങ്ങനെയൊക്കെ ആയത്തുകൾ കാണാം. അള്ളാഹു വിധിച്ചു ഞാനും എൻ്റെ റസൂലുമാരും അതിജയിക്കുക തന്നെ ചെയ്യും. ഇങ്ങനെ വേറെ ഈ വചനങ്ങൾ ഉലായിക കതബ ഫി ഖുലൂബിഹിം അൽ ഈമാൻ, അള്ളാഹു അവരുടെ കൽബുകളിൽ ഈമാനിനെ നിശ്ചയിച്ചു. കതബ അവിടെയൊക്കെ അള്ളാഹു എന്ന കർത്താവ് ഫാഇൽ പറയപ്പെട്ടു. എന്നാൽ ചില വചനങ്ങളിൽ ഇതുപോലെ കുതിബ, കർത്താവായ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയപ്പെടാതെ പ്രയോഗിക്കപ്പെട്ടു കുതിബ. അത് നമുക്കിപ്പോൾ 3 വചനങ്ങളിൽ ഇതിൽ തന്നെ വന്നു. കുതിബ അലൈക്കുമുൽ ഖിസാസ്, കുതിബ അലൈക്കും ഇദാ ഹദറ അഹദകുമുൽ മൗത്ത് ഇൻ തറക ഖൈറനിൽ വസിയ്യ. അവിടെ കുതിബ, ഇവിടെ യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കും, ഇവിടെയും കുതിബ. അതെന്തുകൊണ്ട്? ചില മുഫസ്സിറുകൾ, ഇപ്പോൾ ഈ അബു ഹയ്യാൻ അദ്ദേഹത്തിൻ്റെ അൽ ബഹ്റുൽ മുഹീത്ത് എന്ന തഫ്സീറിലൊക്കെ അതിൻ്റെ ഒരു പൊരുൾ ഉണർത്തിയിട്ടുണ്ട്. വിധിവിലക്കുകൾ ബാധകമായ ദാസനെ സംബന്ധിച്ചിടത്തോളം ക്ലേശകരമായ വിധികളാണ് ഇപ്പോൾ ഖിസാസ്, അതേപോലെ തന്നെ വസിയ്യത്ത്, അതേപോലെ തന്നെ വ്രതാനുഷ്ഠാനമൊക്കെ അല്പം ശ്രമകരവും ശരീരത്തിന് ക്ലേശകരവുമാണ് ഇത്തരം വിധികൾ. അതുകൊണ്ട് തന്നെ അള്ളാഹുവാണ് ഖിസാസും വസിയ്യത്തും സിയാമുമൊക്കെ വിധിച്ചതെങ്കിലും നേരിട്ട് അള്ളാഹുവിലേക്ക് അതിനെ ചേർക്കുക എന്നുള്ളത് വിശുദ്ധ ഖുർആൻ്റെ ഒരു ശൈലിയല്ല. അത് അള്ളാഹുവിനോടുള്ള ഒരു ആദര സൂചകമായിട്ടുള്ള ഒരു പെരുമാറ്റത്തെയാണ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു പ്രയോഗം ഉണ്ടല്ലോ സൂറത്തു ഷുആറയിൽ, അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ, അള്ളാഹു എന്നെ സൃഷ്ടിച്ചു, അവനെനിക്ക് വഴിയും മാർഗവും കാണിക്കുന്നു. വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ, അവൻ എന്നെ ഭക്ഷിപ്പിക്കുന്നു, എന്നെ കുടിപ്പിക്കുന്നു. അതൊക്കെ അള്ളാഹുവിലേക്ക് ചേർത്താണ് പറഞ്ഞത്. പിന്നെ വ ഇദാ മരിത്തു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ അവൻ എനിക്ക് ശിഫ തരുന്നു. ഞാൻ രോഗിയായാൽ അള്ളാഹുവാണ് രോഗം തരുന്നത്. ഭക്ഷിപ്പിക്കുന്നു, കുടിപ്പിക്കുന്നു, ജനിപ്പിക്കുന്നു, മാർഗം കാണിക്കുന്നു, ഒക്കെ അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞു. ഫഹുവ യശ്ഫീൻ, ഷിഫിയാക്കുന്നതും അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞു. പക്ഷേ അവൻ രോഗിയാക്കിയാൽ എന്ന് പറഞ്ഞില്ല. പിന്നെ വൈദാ മരിത്തു, ഞാൻ രോഗിയായാൽ എന്ന് പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള പെരുമാറ്റത്തിൽ, അള്ളാഹുമായിട്ടുള്ള വർത്തനത്തിൽ അതോടുകൂടി ആദരപൂർവമായിരിക്കണം നമ്മളുടെ പെരുമാറ്റങ്ങൾ, പ്രയോഗങ്ങൾ എന്നതാണ് ഈ പ്രയോഗം അറിയിക്കുന്നത്. നോക്കൂ, നിങ്ങളിവിടെ അടിമകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ വിധി അത് ക്ലേശവും ശ്രമകരവും ആകുമ്പോൾ പ്രയോഗങ്ങൾ ഇങ്ങനെയാണ്. അത് നേരിട്ട് അള്ളാഹുവിലേക്ക് ചേർത്തല്ല. കുതിബ, നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, അള്ളാഹു നിർബന്ധമാക്കി എന്ന് നേരിട്ട് പറഞ്ഞില്ല. അപ്പോൾ അത് ഇവിടെ പ്രത്യേകം പണ്ഡിതന്മാർ ഉണർത്തിയ ഒരു വിഷയമാണ്. ഈ ഒരു മര്യാദ അത് നമ്മളിവിടെ മനസ്സിലാക്കണം. എന്നിട്ട് നമ്മുടെ പ്രയോഗങ്ങളിൽ നമ്മളത് സൂക്ഷിക്കുകയും പുലർത്തുകയും വേണം എന്നുള്ളതാണ് അതിലെ ബോധനം. സൂറത്തുൽ മാഇദയിൽ വകതബ്നാ അലൈഹിം ഫീഹാ അന്നൻ നഫ്സ ബിൻ നഫ്സ് വൽ ഐന ബിൽ ഐനി വൽ അൻഫ ബിൽ അൻഫി വൽ ഉദ്ന ബിൽ ഉദ്നി വസ്സിന്ന ബിസ്സിന്നി വൽ ജുറൂഹ ഖിസാസ് എന്ന് പറഞ്ഞ ആയത്തിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വകതബ്നാ അലൈഹിം, അവരുടെ മേൽ ഞാൻ വിധിച്ചു അല്ലെങ്കിൽ ഞാൻ അവരോട് കൽപ്പിച്ചു എന്ന അർത്ഥത്തിൽ കതബിനെ പ്രയോഗിച്ചിട്ട് അത് അള്ളാഹുവിലേക്ക് നേരിട്ട് ചേർത്താണ്. കാരണം അവിടെ ആ വിഭാഗം ആളുകളോട് ഖിസാസിൻ്റെ കൽപ്പന അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പറഞ്ഞത് ഒന്ന് തൗറാത്തിൽ കൂട്ടിമാറ്റൽ നടത്തിയ, അതേപോലെ തന്നെ അതിൽ മറച്ചുവെക്കൽ നടത്തിയ ജൂതരുടെ വിഷയത്തിലാണ്. അതുകൊണ്ട് തന്നെ അവർക്കുള്ള ഒരു മുന്നറിയിപ്പും അതേപോലെ തന്നെ ഒരു താക്കീതും മാത്രമല്ല അവർക്കൊരു ശിക്ഷ എന്നോണം അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച വചനമാണ് പിന്നെ പ്രസ്തുത വചനം. അതുകൊണ്ടാണ് അവിടെ കതബിന എന്ന അള്ളാഹുവിലേക്ക് തന്നെ ചേർത്ത് പിന്നെ ഈ ക്രിയ വന്നത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതൊഴികെയുള്ള വചനങ്ങളിലൊക്കെയും
ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു ദാസന് ആശ്വാസവും അതേപോലെ തന്നെ എളുപ്പവും സന്തോഷവും ഒക്കെ ഉള്ള വിധിയും തീരുമാനമാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കതബല്ലാഹു കതബ റബ്ബുക്കും ഇങ്ങനെയാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ദാസന് ഞെരുക്കവും ക്ലേശവും ഒക്കെ തോന്നുന്ന ഒരു വിധിയാണ് വിഷയമാണെങ്കിൽ അവിടെയാണ് ഇതുപോലെ കുത്തിബ എന്നുള്ള പ്രയോഗം വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ അതിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് കുതിബ അലൈക്കും അസ്സിയാം. അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. സിയാം എന്നത് സാമ എന്ന ക്രിയയുടെ ക്രിയാധാതുവാണ്. സാമ യസൂമു സിയാം. അസൗം എന്നും ക്രിയാധാതുണ്ട്. അസൗം ഇല്ല സൗം ഫഇന്നഹു ലി. ഹദീസിൽ കാണാം അസൗം. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ തന്നെ കാണാം ഇന്നി നദർതു ലിർറഹ്മാനി സൗമ. പക്ഷെ അവിടെ സൗം എന്നുള്ളത് പിന്നെ ഇവിടെ ഉദ്ദേശിക്കപ്പെട്ട വ്രതാചരണമല്ല, അത് മറിയം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മൗനവ്രതാണ്. സാമ എന്ന ക്രിയക്ക് സൗം എന്നും ക്രിയാധാതു വരും, സിയാം എന്നും ക്രിയാധാതു വരും. സിയാം എന്ന് വിശുദ്ധ ഖുർആനിൽ തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിനി വരാനുള്ള വചനം ഉഹല്ല ലക്കും ലൈലത്ത സിയാം അസ്സിയാം. അതേപോലെ സുമ്മ അതിമു സിയാമ എന്ന് വന്ന് 3 തവണയും അസ്സിയാം എന്നാണ് പ്രയോഗിച്ചത്. അസൗം എന്നും ക്രിയാധാതുണ്ട്. എന്താണ് സിയാം ഇത് അർത്ഥമാക്കുന്നത്? സിയാം അർത്ഥമാക്കുന്നത് പിന്നെ ഇംസാക്ക് എന്നുള്ളതാണ്. അൽ ഇംസാക്ക്. അംസക യുംസിക്കു ഇംസാക്ക്. ഇംസാക്ക് എന്ന് പറഞ്ഞെങ്കിൽ പിടിച്ചു വെക്കുക, പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. മറിയം അലൈഹിസ്സലാത്തു വസ്സലാം ഇന്നി നദർതു ലിർറഹ്മാനി സൗമ. അർറഹ്മാനായ അള്ളാഹുവിന് ഞാൻ സൗമിനെ നേർച്ചയാക്കിയതാണ്. സൗം എന്ന് പറഞ്ഞാൽ അവിടെ സുക്കൂത്തം ഫിൽ കലാം, മൗനവ്രതം, സംസാരം പിടിച്ചു വെക്കുക എന്ന് പറഞ്ഞെങ്കിൽ മൗനാചരിക്കുക. സാമത്ത് രീഹ് എന്ന് പറയും അറബിയിൽ. സാമത്തി രീഹ് എന്ന് പറഞ്ഞാൽ കാറ്റ്. സിയാം എന്ന് പറഞ്ഞാൽ കാറ്റടിച്ചു വീശാതെ ഉള്ള അവസ്ഥ. ഒരു കവിതയിൽ കാണാം, ജാഹിലി കവി നാബിഗത്തു ദുബിയാനി പറയാണ് ഖൈലുൻ സിയാമുൻ വഖൈലുൻ ഗൈറു സായിബത്തിൻ തഹ്തൽ അജാജി വ ഉഖ്റ തഅലു കുല്ലു ജുമാഇൻ. ഖൈലുൻ സിയാമുൻ, ചില കുതിരകൾ സിയാമാണ്. സിയാം എന്ന് പറഞ്ഞാൽ ചലിക്കാതെ അടർക്കളത്തിലേക്ക് പായാതെ നിൽക്കുന്നവയാണ്. വഖൈലുൻ ഗൈറു സായിമത്തിൻ, മറ്റു ചില കുതിരകൾ അവർ ഗൈറു സായിമത്താണ്, സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്, പ്രയാണം നടത്തുകയാണ്. തഹ്തൽ അജാജ് എന്ന് പറഞ്ഞാൽ പൊടിപടലങ്ങൾക്കിടയിൽ, രണഭൂമിയിൽ, യുദ്ധഭൂമിയിൽ. വ ഉഖ്റ തഅലു കുല്ലു ജുമ, മറ്റു ചില കുതിരകൾ അതിൻ്റെ കടിഞ്ഞാണിൽ അത് ബന്ധിതമാണ്, മൂക്കയറിൽ ബന്ധിതമാണ്. അവിടെ ഖൈലുൻ സിയാമുൻ വ ഖൈലുൻ ഗൈറു സായിമത്തിൻ എന്ന് പറയുന്നത്. സിയാം എന്നാണ് പ്രയോഗം. കുതിരകൾ സിയാമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചലിക്കുന്നില്ല, ചലനത്തെ തൊട്ട് തടഞ്ഞു വച്ച അവസ്ഥയിലാണ്, പിടിച്ചു നിർത്തപ്പെട്ട അവസ്ഥയിലാണ് എന്നാണ് പറയുന്നത്. ഭാഷയിൽ ഇത് ധാരാളമായിട്ട് സാമൻ നഹാർ അറബികൾ പറയും. സാമൻ നഹാർ എന്ന് പറഞ്ഞാൽ എന്താ? ഹത്ത ഇദാ സാമൻ നഹാറു വഅതദൽ വമാല ലിശംസി ലുആബുൻ ഫനസൽ. ഒരു കവിതയിൽ കാണാം സാമൻ നഹാർ, പകൽ. സാമ എന്ന് പറഞ്ഞാൽ എന്താ? ചൂട് കഠിനമായിട്ട് ചലനമറ്റ നിലയിൽ ഉണ്ടല്ലോ, ആ ഒരവസ്ഥ സംജാതമായി എന്നുള്ളതാണ്. ഏതായാലും ഈ സിയാം എന്ന് പറഞ്ഞെങ്കിൽ അൽ ഇംസാഖ് എന്നുള്ളതാണ് അതിൻ്റെ പദാർത്ഥം. സാങ്കേതികമായും ഈ ഇംസാക്കിനെയാണ് സിയാം അറിയിക്കുന്നത്. നമ്മൾ സിയാമിൽ എന്ത് ചെയ്യുന്നു? അന്നപാനീയങ്ങൾ അതിൽ നമ്മളെ ശരീരത്തെ നമ്മൾ പിടിച്ചു വെക്കുന്നു. അതേപോലെ തന്നെ ലൈംഗിക വികാരങ്ങളിൽ നിന്ന് നമ്മളെ പിടിച്ചു നിർത്തുന്നു. നമുക്ക് പിന്നെ ഷഹ്വത്ത്
വികാരം, ഇച്ഛ, അത് രണ്ടിനുണ്ട്. ഒന്ന് ഷഹ്വത്തുല്ലിൽ ബത്തിൻ, പിന്നെ ഷഹ്വത്തുല്ലിൽ ഫർജ്. വയറിൻ്റെ ഷഹ്വത്ത്, ഇച്ഛ, അതാണെന്ത്? തിന്നുക, കുടിക്കുക പോലുള്ള ഇത്. ഫർജിൻ്റെ അത് ലൈംഗികാവയവം, അതിൻ്റെ ഇച്ഛ, അതാണ് നമ്മുടെ രതി, വികാരം. ഇതൊക്കെ പിടിച്ചു നിർത്തലാണെന്ത്? സിയാം, നിയ്യത്തോടു കൂടി. അത് ഏത് മുതൽ ഏത് വരെ? മിൻ തുലൂഇൽ ഫജ്ർ, ഫജറിൻ്റെ ഉദയം മുതൽ ഇലാ ഗുറൂബി ശംസ്, സൂര്യൻ്റെ അസ്തമയം വരെ. നിയ്യത്തോടു കൂടി നമ്മുടെ വയറിൻ്റെ വികാരം, നമ്മുടെ ലൈംഗികാവയവത്തിൻ്റെ വികാരം അത് നമ്മൾ പിടിച്ചു നിർത്തുന്നു ഫജർ ഉദിച്ചത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ. അതാണല്ലോ സിയാം സാങ്കേതികമായി. ചിലർ പറഞ്ഞു അത്തഅബ്ബുദുലില്ല, അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കലാണ്. എങ്ങനെ? ബി ഇംസാക്കിൽ മുഫ്തിറാത്ത്, നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടകന്ന് അതിനെ പിടിച്ചു നിർത്തി. മിൻ തുലൂഇൽ ഫജർ, ഫജറിൻ്റെ ഉദയം മുതൽ ഇലാ ഗുറൂബി ശംസ്, സൂര്യാസ്തമയം വരെ. അതാണ് അസിയാം. അപ്പോൾ ഭാഷാപരമായ ഇംസാക്ക്, പിടിച്ചു നിർത്തൽ എന്നുള്ള അതിൻ്റെ അർത്ഥം, അത് സാങ്കേതികമായ അതിൻ്റെ ആശയത്തിൽ നന്നായി പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ് ഈ സിയാം എന്ന പദത്തിൻ്റെ പ്രത്യേകത. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ആയത്തിൻ്റെ ബാക്കി ഭാഗം അത് അടുത്ത എപ്പിസോഡിൽ ബിഇദ്നില്ലാഹ് തുടർന്ന് പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.